ഇസ്രയേൽ പതിവ് പോലെ ലക്ഷ്യമിട്ടത് ഇറാന്റെ ആയുധശാലകളും തന്ത്രപ്രധാന കേന്ദ്രങ്ങളുമായിരുന്നു. ജനവാസ മേഖലകളിലടക്കം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് നടന്ന മിസൈൽ ആക്രമണങ്ങളൊക്കെ കഴിഞ്ഞുപോയത് കണ്ടത്. കഴിഞ്ഞ രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനപ്പെട്ട നഗരങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഉണ്ടായത് എന്നതാണ്. ഇറാനെ ലക്ഷ്യമിട്ട് നടന്ന ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ഫഹാൻ, ടെഹ്റാൻ നഗരങ്ങളിൽ ആക്രമണമുണ്ടായി. അതൊക്കെ ഇറാനെ സംബന്ധിച്ചോളം വലിയ ഒരു തോതിൽ ക്വാമിൽ, പ്രധാനപ്പെട്ട നഗരമായ ക്വാമിൽ ബോംബാക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. അത് വലിയ നാശനഷ്ടങ്ങൾക്കൊക്കെ കാരണമാവുകയും ചെയ്തു. ആ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് പ്രധാനമായിട്ടും ഉണ്ടായത്. ആണവ കേന്ദ്രങ്ങൾ അറിയാം, നമുക്ക് 4-5ഓളം ആക്രമണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോയെങ്കിൽ 13-ാം തീയതി നടന്ന അതേ സെയിം ആക്രമണം ഈ കഴിഞ്ഞ ദിവസവും കൂടി രാത്രിയിലും ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ ആക്രമണത്തിൽ, തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് നടന്ന ആക്രമണത്തിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി ലഭ്യമാവുകയാണ്. ഇതാണ് ഇറാന് മേൽ ഉണ്ടായിട്ടുള്ള ആ പ്രഹരത്തിന്റെ ആ ഒരു കഴിഞ്ഞ മണിക്കൂറുകളിൽ കടന്നുപോയ ആ ദൃശ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിവരങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആക്രമണത്തിന്റെ രീതി പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം നടന്നത്. ഹൈഫ, ടെൽ അവീവ്, ബീർബേഷ തുടങ്ങിയ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആ ആക്രമണങ്ങൾ എന്നുള്ളതാണ്. അവിടെ 17 പേർക്ക്, ഇസ്രായേൽ പൗരന്മാർക്ക് പരിക്കേറ്റു. ആ പരിക്ക് വളരെ ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചോളം ഇറാന്റെ ഭാഗത്തു നിന്നും വരുന്ന ശക്തിയേറിയ, മൂർച്ചയേറിയ ആക്രമണങ്ങൾ തിരിച്ചു ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ തന്നെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉണ്ട് എന്ന് അവകാശപ്പെടുന്നു ഇസ്രായേൽ. ആ അവകാശവാദം ശരിവെച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ പ്രതികരണം വരുന്നത്. അയൺ ഡോം പ്രതിരോധിച്ചു സംവിധാനം, ഈ വ്യോമ പ്രതിരോധ അല്ലെങ്കിൽ ആകാശത്തുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ആ സംവിധാനം ഉപയോഗിച്ച് ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിച്ചു എന്ന് ഇസ്രായേലിന്റെ അവകാശവാദം വരുന്നു.